ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഓട്ടുവണ്ടി ഇന്ന് പോകുന്നത് മന്ന് ഇന്ന് നീരാട്ടുകാവ് കൂടി അത്തിക്കയം റോഡിലോട്ട് കേട്ടോ. ഇപ്പം ഞാൻ വെച്ചിച്ചിറ ഭാഗത്ത് നിന്ന് വരുന്നത്. നമ്മൾ നോക്കാൻ പോണത് ഈ വീഡിയോകളിൽ നോക്കാൻ പോണത് ഈ ഭാഗങ്ങളുടെ ഡെവലപ്മെൻറ്റ് വികസനം എങ്ങനെയുണ്ട്, അതുപോലെ ഇവിടുത്തുകാർക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്, അതുപോലെ ഇനി വരാൻ പോകുന്നത് നിയമസഭ ഇലക്ഷൻ ഉണ്ട്, അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ സ്ഥാനാർത്ഥികളോട് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോകളിലൂടെ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെച്ചുവെച്ച ഭാഗത്തു നിന്ന് നമുക്ക് നീരാട്ടുകാവ് റോഡിലോട്ട് പോകുമ്പോൾ കാണാം ഗോ സ്ലോ വർക്ക് പ്രോഗ്രസ്. ഇത് കാണാൻ തുടങ്ങിയിട്ട് ഇന്നൊന്നുമില്ല, കുറേ നാളായിട്ടോ. ഏകദേശം 1.5 വർഷമായിട്ട് ഈ ബോർഡ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അതായത് എക്സാക്ട്ലി പറയുവാണെങ്കിൽ നമ്മുടെ നിയമസഭയും പോയിട്ട് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് പണി ഇവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇങ്ങനെ. ഇത് എത്രയും പെട്ടെന്ന് ഈ പണി ഒന്ന് പൂർത്തിയായാൽ മതി. അതാണ് ഇവിടുത്തെ എല്ലാവർക്കും ഉള്ളത്. ഇവിടുത്തുകാർക്കെല്ലാം ഒരു പരാതിയാണ്, ഈ റോഡ് ഇത്രയും മോശമായി കിടക്കുന്നു, നടക്കാൻ പറ്റുന്നില്ല, ബൈക്കിൽ പോകാൻ പറ്റുന്നില്ല, കാറിൽ പോകാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരേ പരാതിയാണ്. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ഈ റോഡിലൂടെ നടക്കാൻ തീർത്ത് പറ്റില്ല കേട്ടോ. കാരണം കണ്ടം പോലെയാവും. ഇപ്പോൾ കാണുന്നത് കുറച്ച് നിരപ്പാക്കിയ റോഡാണ്, ഇപ്പോൾ നിരപ്പാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ പതുക്കെയായിട്ടാണ് നടക്കുന്നത്. ഈ പണി നടക്കുന്നത് വളരെ പതുക്കെയാണ്. അതായത് എന്താ പറയുക, ഇതൊരു കോടികൾ അനുവദിച്ച റോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ പലരും പറഞ്ഞത് കോടിക്കണക്കിന് രൂപ ഈ റോഡിന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ റോഡിൻ്റെ പണി ഇങ്ങനെ ഒച്ച എഴുന്നേക്കാളും പതുക്കെ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. എന്താ കാര്യം എന്ന് ആർക്കും അറിയില്ല. ഇവിടെ വെച്ചാൽ 1-2 വീടല്ല കേട്ടോ, ഇതൊരു മെയിൻ റോഡാണ്. അതായത് മന്നവഴുതി നിന്ന് നീരാട്ടുകാവ് കൂടി അത്തിക്കയത്തേക്ക് സ്പീഡിലും ഏറ്റവും എളുപ്പവും പോകാൻ പറ്റുന്ന റോഡാണ് ഈ റോഡ്. ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകളുള്ള ഏരിയയാണ്. ഇഷ്ടം പോലെ വീടുകളുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ. എന്നിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കണം. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ്, നിയമസഭ ഇലക്ഷൻ വരുവാണ്, അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ വരുവാണ്. ഇപ്പം ഇവരോടൊക്കെ ഇവിടുത്തുകാർക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ശരിയാക്കണം. അപ്പം ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ പാർട്ടി നോക്കാതെ നിങ്ങൾക്ക് നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്ക് വോട്ട് ചെയ്യൂ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി പറയുണ്ടായി, ആർക്ക് വോട്ട് ചെയ്താലും ഒരേപോലെയാണ്. എങ്കിലും ഞാൻ പറയുന്നു, നമ്മൾ ചിഹ്നം നോക്കാതെയും അത് പാർട്ടി നോക്കാതെയും നല്ല പ്രഗത്ഭരായ ആളുകൾക്ക്, അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും നിയമസഭ ഇലക്ഷൻ ആണെങ്കിലും ചെയ്യുമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ നന്നാക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ. പല ആൾക്കാരും അവർ വർഷങ്ങളായിട്ട് ഒരേ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുന്നു. എന്നിട്ട് അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടുത്തെ അവസ്ഥകൾ കണ്ടു നോക്കൂ, ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പാർട്ടി നോക്കാതെ നിങ്ങൾ അടുത്ത ഇലക്ഷനുകളിൽ, അതായത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും നിയമസഭ ഇലക്ഷൻ ആണെങ്കിലും നമ്മൾ രാഷ്ട്രീയം പറയില്ല, അതായത് പാർട്ടി നോക്കാതെ നിങ്ങൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് വോട്ട് ചെയ്യണം. ഇത് കണ്ടോ ഈ റോഡിൻ്റെ അവസ്ഥ, എന്തവസ്ഥയാണ്? ഇത്രയും മോശമായിട്ട് റോഡ് വേറെ എവിടെയുണ്ടോ? നമ്മൾ എല്ലാ റോഡുകളും നോക്കാൻ പോവാണ്. റാന്നിയിൽ ഇത് മാത്രമല്ല, എല്ലാ റോഡുകളിലേക്കും നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ ഇന്നലെ കണ്ടത് നമ്മുടെ നഗര റോഡ്, നമ്മുടെ മെയിൻ ഹൈവേ നല്ല രീതിയിൽ പണിതിട്ടുണ്ട്, നല്ല രീതിയിൽ. നേരത്തെ മെയിൻ റോഡിൻ്റെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല, വളരെ മോശം അവസ്ഥയായിരുന്നു 2019 മുമ്പ്. 2019 ശേഷം റോഡ് നന്നായിട്ട് പണിതു, നല്ല രീതിയിൽ റോഡുണ്ട്. പക്ഷേ ഈ ഗ്രാമീണ റോഡുകളിലേക്ക് വരുമ്പോൾ അവസ്ഥ തീർത്തും മാറ്റമാണ്, തീർത്തും ഓപ്പോസിറ്റാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇതിനുവേണ്ടി നോക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ മെമ്പറിന് ശ്രമിക്കാം, അതുപോലെ തന്നെ ഇവിടുത്തെ MLA ക്ക് ശ്രമിക്കാം, MP ക്ക് ശ്രമിക്കാം, എന്തുകൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ഈ റോഡിന് വേണ്ടി? അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്, അവനൊരു നല്ല റോഡ് വേണമെന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ഇവിടുത്തെ ജനപ്രതിനിധികൾ ചെയ്ത് കൊടുക്കേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇനി വരുന്ന ജനപ്രതിനിധികൾ, ഇനി അടുത്ത വരുന്ന പഞ്ചായത്തിലേക്ക് വരുന്ന ജനപ്രതിനിധികളാണെങ്കിലും ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്ന ആളുകളെ നിങ്ങൾ ജയിപ്പിച്ചോളൂ.
അപ്പോൾ നമ്മളിത് ഓരോ സ്ഥലത്തും പോയി കണ്ടിട്ട് അവിടുത്തെ അവസ്ഥയാണ് നമ്മൾ കാണിക്കുന്നത്. ഈ രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം, എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ പോയി കിടക്കുന്നത്, എന്താണ് ഈ റോഡ് ഇങ്ങനെ പോകാനുള്ള കാരണം, അതായത് എന്തുകൊണ്ടാണ് ഇതിനുവേണ്ടി ആരും ഒന്നും ചെയ്യാത്തത്, ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്നും ഇവിടുത്തുകാർക്ക് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യാം. എൻ്റെ ഈ കമൻറ്റ് ബോക്സിനടിയിൽ എൻ്റെ വീഡിയോ താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പെശക്കുണ്ടോ, ഇതെല്ലാം തിരുത്താം. നിങ്ങൾ മനസ്സിലാക്കണം, മന്നവരിയിൽ നിന്ന് അത്തിക്കയം പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ നീരാട്ടക വഴിയുള്ള വഴി. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഇവിടുത്തുകാർ, ഞാൻ പലരോട് സംസാരിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്കൂടി എന്ത് ചെയ്യാൻ പറ്റും, കണ്ട് റോഡിൻ്റെ അവസ്ഥ ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും അവർ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി വരുന്ന ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഈ റോഡിന് വേണ്ടി എത്രയും പെട്ടെന്ന് റോഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആര് ഭരിച്ചാലും തിരഞ്ഞെടുക്കപ്പെട്ടാലും നിങ്ങൾ ഈ റോഡിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്യണം. കാരണം ഇത് വളരെ വേണ്ടപ്പെട്ട റോഡാണ്. കാരണം ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇവിടെ നിൽക്കുന്ന റോഡാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.